അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിപ്പോയി. എൻ്റെ മരണത്തിന് ശേഷമെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ തെളിയണം. ഈ മരണം കൊണ്ട് നഷ്ടമാകുന്നത് മറ്റാർക്കുമല്ല, എനിക്കും എൻ്റെ മക്കൾക്കും മാത്രം. എൻ്റെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ കൊടുക്കാനാ? വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷമാണ് ആ ഒരു യുവതി വിഷം കഴിച്ചത്. ഈ പാപമൊക്കെ നിങ്ങൾ എവിടെ ചെന്ന് കഴുകിക്കളയാനാ? അതും ഈ ഒരു നല്ലൊരു മാസം. അപമാനവും പരിഹാസവും സഹിക്കാൻ പറ്റാതെ ഒരു പാവം 24-കാരി ജീവനൊടുക്കി എന്നുള്ള ആ ഒരു വാർത്തയാണ് നമ്മളേറെ വേദനിപ്പിച്ചത്. ഈ ഒരു മാസം തന്നെ വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ. താൻ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷമാണ് 24-കാരിയായ ജസീല വിഷം കഴിച്ചത്. ജസീലയുടെ ആ ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു. നമ്മളൊക്കെ കണ്ടതാണ് അതൊക്കെ. ജസീലക്കുണ്ടായ ആരോപണം മോഷണ കുറ്റാരോപണമായിരുന്നു. ഈ സംഭവം നടന്നിരിക്കുന്നത് കാസർഗോഡാണ്. മോഷണ കുറ്റാരോപണം സഹിക്കാൻ പറ്റാതെ യുവതി ജീവനൊടുക്കിയെന്ന്. നാലടക്ക സ്വദേശിനി ജസീലയാണ് ഇതുപോലെ മരണത്തിന് കീഴടങ്ങിയത്. അയൽവാസികളിൽ നിന്നും പോലീസിൽ നിന്നും മാല മോഷ്ടിച്ച കള്ളി എന്നുള്ള ആ ഒരു ആരോപണം ആ ഒരു കുട്ടി മാനസികമായി തളർന്നു. ഇവരിൽ നിന്നൊക്കെയുള്ള പീഡനമാണ് ജസീലയുടെ മരണകാരണമെന്ന് ബന്ധുക്കൾ പറയുകയുണ്ടായി. ഈ ഒരു പരാതി ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജസീല വിഷം കഴിച്ചത്. അങ്ങനെ കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആ കുട്ടി. ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് ജസീല മരണപ്പെടുന്നത്. താൻ സ്വർണം മോഷ്ടിച്ചില്ല എന്ന് ആണയിട്ട് പറഞ്ഞിട്ടും ആ കുട്ടിയുടെ വാക്ക് ആരും വിശ്വസിച്ചിരുന്നില്ല. ജസീല സ്വർണം മോഷ്ടിച്ചു എന്നുള്ള ആരോപണമല്ലാതെ വലിയ തെളിവൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് കേസെടുത്തിട്ടുമില്ല, വിട്ടയക്കുകയും ചെയ്തു. പക്ഷെ എന്നാലും ആ ഒരു ആരോപണം, ആ ഒരു അപമാനം, ആ നാണക്കേട് സഹിക്കാൻ പറ്റാതെയാണ് ആ കുട്ടി അങ്ങനെ ചെയ്തതെന്ന് ആ കുട്ടി വീഡിയോയിലൂടെയും പറയുന്നുണ്ട്. ബന്ധുക്കൾ അതിനെതിരെ കേസ് കൊടുത്തിട്ടുമുണ്ട്. ജസീല ചികിത്സയിലായിരിക്കെ തന്നെ രഹസ്യമായി പോലീസ് മൊഴിയെടുത്തിട്ടുമുണ്ടായിരുന്നു. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള അയൽവാസിയായ യുവാവും കുടുംബവും ചേർന്നാണത്രേ ഈ ജസീലക്കെതിരെ ഉന്നയിച്ച മോഷണ ആരോപണവും അവരുടെ തുടർന്നുണ്ടായ പരിഹാസവും കളിയാക്കലുമാണ് ഈ കുട്ടി മാനസികമായി വിഷമിച്ചത്. പാവം കുട്ടി ഇതൊന്നും സഹിക്കാൻ പറ്റാതെ, ഇതിനെ ഒന്ന് നേരിടാൻ പറ്റാതെ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഇടയിൽ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് കരുതിയിട്ടുണ്ടാകും. പടച്ച റബ്ബ് പുറത്തു കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ പാപമാണ്, കടുത്ത ഹറാമും കൂടിയാണ്. ചെയ്തവർക്കും അതിനെ പ്രേരിപ്പിച്ചവർക്കും പടച്ച റബ്ബിൽ നിന്നുള്ള ശിക്ഷ അതികഠിനമായിരിക്കും. പടച്ച റബ്ബ് കാരുണ്യവാനാണ്, പുറത്തു തരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. നിങ്ങളെയൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. മരണപ്പെട്ടവരെ റബ്ബിലേക്ക് മടങ്ങി നമുക്കിനി അവർക്ക് ചെയ്യാനുള്ളത് അവർക്ക് മഹഫിറത്തിന് വേണ്ടി ചോദിക്കുക. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ ദുആ ചെയ്യുക. റഹ്മുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, ജസീല എന്ന ഈ ഒരു യുവതി നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, തെറ്റുപറ്റിപ്പോയതാണ് റബ്ബേ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആത്മഹത്യ പോലുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കി തരണേ റബ്ബേ, സ്വാലിഹത്താക്കി തരണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പൊന്നുമോൾക്ക് പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലെ പ്രതിഫലം നീ നൽകണേ റബ്ബേ. ആ പൊന്നുമോൾ ചെയ്ത എല്ലാ നന്മ പ്രവൃത്തികളും ആ പൊന്നുമോളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കാൻ പറ്റാതെ ചെയ്തു പോയതായിരിക്കും റബ്ബേ, നീ പുറത്തു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ചു മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.